അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഏതായാലും ഇത് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് സൈഡിൽ കത്തുന്നത് LED, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ ഹാലജനുമാണ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു യമണ്ടൻ ഐറ്റമാണ്. ഒരുപാട് നാളായിട്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡിക്കേറ്റർ ബൾബില്ലേ, അതും LED ഇൻഡിക്കേറ്റർ ബൾബില്ലേ എന്നുള്ളത്. ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് നാൾ ഇതിൻ്റെ പുറയിൽ പല ബൾബുകളും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ചെക്ക് ചെയ്തു. ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആമസോണിൽ നിന്നും ഒക്കെ മേടിച്ചതൊക്കെ ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ച ബൾബുകളാണ്. പക്ഷേ ഇതൊന്നും 5 പൈസയ്ക്ക് കൊള്ളത്തില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സത്യം. റിട്ടേൺ ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് കയ്യിലെ കാശ് പോയത് മിച്ചം. ഓരോന്നും പരീക്ഷിച്ച് നോക്കി നല്ലൊരു മോഡലിലോട്ട് ഞാൻ അവസാനം എത്തി. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു LED ഇൻഡിക്കേറ്റർ ബൾബ്. ബൾബുകൾ പൊതുവേ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്കതിന് വാറണ്ടി കിട്ടാറില്ല. ഞാൻ ഈ തരുന്ന ബൾബിന് 6 മാസത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്തുകൊണ്ട് LED ഇൻഡിക്കേറ്റർ ബൾബ്? അതാണൊരു മെയിൻ ചോദ്യം. ഇത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. രാത്രിയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ, അതായത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു വാഹനം ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ അവർ റൈറ്റിലോട്ടോ, അവരുടെ റൈറ്റ് സൈഡിലോട്ട് തിരിയാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. കാരണം ആ ഇൻഡിക്കേറ്റർ ബൾബിൻ്റെ വെട്ടം അത്ര വിസിബിളായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചിട്ട്, ഇപ്പോൾ എൻ്റെ വാഹനത്തിലെ ഹെഡ്ലൈറ്റ് ബൾബ് ഇട്ടുകൊണ്ട് തന്നെ ഹസാർഡ് ലൈറ്റ് ഞാനൊന്ന് ഇട്ട് കാണിക്കാം. യെസ്, ലൈറ്റും കൂടെ ഞാനിടാം. ഇപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഹെഡ്ലൈറ്റ് ഓണാണ്, ഇൻഡിക്കേറ്റർ ഓണാണ്. ഇതിനകത്ത് ഹസാർഡ് ലാമ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ വരുന്ന LEDയും ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്മുടെ നോർമൽ ഹാലജൻ ബൾബുമാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഒരു പകൽ സമയത്ത് നിങ്ങൾക്ക് ആ ഇൻഡിക്കേറ്റർ കാണുന്നതും ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് LEDയും റൈറ്റ് സൈഡിൽ ഹാലജൻ കത്തി നിൽപ്പുണ്ട്. പക്ഷേ കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് അടുത്തോട്ട് ചെല്ലാം. ഇവിടെ അവൻ കത്തുന്നുണ്ട്, നമുക്ക് ദൂരെ നോക്കുമ്പോൾ കാണാൻ സാധിക്കത്തില്ല. അതേ സ്ഥാനത്ത് ആ LED നിങ്ങൾക്ക് കാണാം. നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും LED ഇൻഡിക്കേറ്റർ വാങ്ങുന്ന സമയത്ത് എപ്പോഴും സ്പീഡ് കൂടുതലാണ്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. LED ബൾബ് ഇട്ട് കഴിയുമ്പോൾ ഒരു സൈഡ്, ആ LED ബൾബ് ഇടുന്ന സൈഡും ഫുൾ സെറ്റ് സ്പീഡ് കൂടും. ഞാൻ നിങ്ങൾക്കിപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുകയാണ്. ഭയങ്കര ഫാസ്റ്റാണ്. യെസ്, ഇനി ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൂടെ ഒന്ന് ഇടാൻ പോകണം. നോക്കിക്കോണം. ഇപ്പം റൈറ്റ് സൈഡിൽ ഇട്ടു. എന്നാൽ റൈറ്റ് സൈഡിൽ ഇട്ട സമയത്ത് സാധാരണ രീതിക്കുള്ള, അതായത് നോർമൽ നമ്മുടെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്ന അതേ സ്പീഡിലാണ്. നമ്മൾ വാങ്ങുന്ന പല ഇൻഡിക്കേറ്റർ ബൾബിൻ്റെയും പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ചുമ്മാ സ്പീഡിൽ കത്തും. ഇതങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള രീതിക്കാണ് കത്തുന്നത്. കാരണം ഇതിൽ ക്യാൻബസ് ആണ് വരുന്നത്. ക്യാൻബസ് വരുന്ന മോഡലായതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നമുക്കിവിടെ കിട്ടുന്നതിൻ്റെ കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞ മോഡൽ. 144 LEDകളാണ് ഇതിനകത്ത് മൊത്തത്തിൽ വരുന്നത്. ഓക്കെ, കിടുവെട്ടോ എന്ന് പറഞ്ഞാൽ കിടുവെട്ടോ. ശരിക്കും ഇൻഡിക്കേറ്റർ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നവരും ബാക്കിൽ വരുന്നവരും അറിഞ്ഞിരിക്കണം. അപ്പം അറിയാൻ വേണ്ടിയിട്ട് ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ മാറ്റുന്ന പോലെ തന്നെ ഇൻഡിക്കേറ്റർ ബൾബ് കൂടെ മാറ്റിയാൽ കിടുവായിരിക്കും, നല്ല ലുക്കായിരിക്കും. ഏതായാലും എനിക്ക് ശരിക്കും ഫീൽ ചെയ്തതും പലരും എന്നോട് അഭിപ്രായം പറഞ്ഞു, ഞാനിത് യൂസ് ചെയ്ത് പലരും കണ്ടിട്ടുണ്ട്. കണ്ട ആൾക്കാരെല്ലാം അഭിപ്രായം പറഞ്ഞു നല്ല കിടുവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നവർക്ക് വിസിബിലിറ്റി കിട്ടും. ഇനി ഇതിൻ്റെ പ്രൈസ്, ഇതിന് 1100 രൂപ ഒരു പെയറിൻ്റെ വില വരുന്നുണ്ട്. 2 എണ്ണത്തിൻ്റെ വില 1100 രൂപയാണ് വരുന്നത്. 6 മാസത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കും. സാധനം വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഡെലിവറി ചാർജ് 60 രൂപ നമുക്ക് അഡീഷണൽ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും വെയിറ്റ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോളൂ. ഞാനിത് അഴിക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇൻഡിക്കേറ്റർ ഈ ഒരു സൈഡാണ്. ഞാനിതിങ്ങനെ ഊരിയെടുത്തു, നമ്മൾ തുറന്നെടുക്കുകയാണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു സൈസ് വരുന്നൊരു 150 ആംഗിളാണ് ഈ വരുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ, നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 150 തന്നെയാണോ നോക്കുക. അപ്പോൾ ഈ വരുന്ന ഒരു 150, 180, 150 അടുപ്പിച്ച് വരുന്നൊരു ലെങ്താണ്. അപ്പോൾ അത് കറക്റ്റ് സൂട്ടബിളായിട്ട് ഈ 2 പൊസിഷൻസ് ഒക്കുന്നത് പോലെ തന്നെ ഇതിനകത്തോട്ട് കയറ്റിയിടുക. ഈ ഒരു വ്യത്യാസം വന്നാൽ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. ഇനി ഞാനിത് ഇതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുകയാണ്. തിരിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഞാനിത് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഇട്ട് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് രണ്ടിൻ്റെയും ഡിഫറൻസ് കാണാൻ സാധിക്കും. യെസ്, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളതും റൈറ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നതും ഞാനൊന്നുകൂടെ അടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്,
ഇവിടെയും കത്തുന്നുണ്ട്. ഈ കത്തുന്നതിൻ്റെ വ്യത്യാസം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ബാക്ക് സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ മാത്രം ലൈറ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയും പ്രകാശം കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെങ്കിൽ തന്നെ നമുക്കൊന്നും പേടിക്കേണ്ട, വളരെ വ്യക്തമായിട്ട് ദൂരെ നിന്ന് വരുന്നവർക്ക് പോലും വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച സാധനം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് കമ്പനി വരുന്ന ബൾബ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാനിപ്പോൾ ഇന്ന് ഇടുകയാണ്. അതേ കത്തുന്നൊക്കെ ഉണ്ട്, കാണാമല്ലോ. ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല. പക്ഷേ ഇവിടെ സ്പീഡ് കൂടുന്നുണ്ട്. ഇവിടുത്തെ ഇൻഡിക്കേറ്റർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ, അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയത് തന്നെ ഞാൻ വേറെ മാറ്റി ഇടുകയാണ്, ഒന്ന് കണ്ടോണം. ഇതും കൂടെ ഞാൻ ഇടുകയാണ്. ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇല്ല, ഇത് രണ്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഞാൻ ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിൻ്റെ വെട്ടം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം കാണും, ഇതിപ്പോൾ കറക്റ്റ് 180 അല്ല 150യുടെ നമുക്ക് മാറിപ്പോയാൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, യെസ്, ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ലോക്കി വീണിട്ടുണ്ട്. ഇനി വേറെ ഒരു കുഴപ്പമില്ല.